ആരുവിൻ്റെ മുഖത്തെ കോലം കണ്ടതും പുറത്തു നിന്ന് വന്ന 5 പേര് പൊട്ടിച്ചിരിച്ചു. എന്താ ആരു, നീ മുഖത്ത് സാമ്പാർ കൊണ്ട് ചമ്മന്തി കൊണ്ടും ഫേഷ്യൽ ചെയ്തോ? വിധു, എനിക്ക് ദേഷ്യം വന്നിരിക്കുക. ഇനി എന്തെങ്കിലും പറഞ്ഞ നിന്റെ മുഖത്തായിരിക്കും ഈ കോലം. എന്നാലും മോളെ, ഇതെങ്ങനെ പറ്റി? അങ്കിളുടെ മൂത്ത മോൻ്റെ കലാവിരുതാണ്. അവനോ? അതേ അച്ഛ, ഏട്ടൻ ദേഷ്യത്തിൽ പാത്രം തട്ടി തെറിപ്പിച്ച് പോയതാ. പക്ഷേ ആ പാത്രത്തിലുള്ളതെല്ലാം ഇവളുടെ മേലേക്കാവും. ആരും വിചാരിച്ചില്ല. അത് അബദ്ധത്തിൽ പറ്റിയതല്ലേ. അതുകൊണ്ടാണ് ഞാൻ കാര്യമാക്കുന്നില്ല. നിന്റെ ഏട്ടനെ വെറുതെ വിട്ടിരിക്കുന്നു. അല്ല, അവന് ദേഷ്യം വരാനേ ഇവിടെ എന്താ സംഭവിച്ചേ? അറിയില്ല അച്ഛ, ഫോണിലെന്തോ മെസ്സേജ് വന്നു, പിന്നെയാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. മോളെ, നീ ഫ്രഷായി വാ. ഉണ്ണി അവൾക്ക് റൂം കാണിച്ചു കൊടുക്ക്. വാടി, ഞങ്ങളും വരുന്നു. പിന്നെ ശക്തിയുടെ വീട്ടുകാരും ആരുവിൻ്റെ വീട്ടുകാരും സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ആരുവും ഫ്രഷായി വന്നു. അല്ല വിധു, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? ആരുവിൻ്റെ അച്ഛൻ ചോദിച്ചു. കുഴപ്പമില്ല അച്ഛാ, നന്നായി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടോ? ഉണ്ണിയുടെ അച്ഛൻ. ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നം, ഇവളും ആ ശക്തി സാറും തമ്മിലുള്ളതാ. എന്താ മോൾ പറഞ്ഞത്? ശക്തി സാറോ? ആ ആൻറ്റി, ആ സാറും ആരുവും തമ്മിൽ കണ്ണിൽ കണ്ട അപ്പോഴേ വഴക്കാ. അതിനെന്താ കാരണം? പിന്നെ ചെപ്പു നടന്നത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. ആരും ഉണ്ണിയും തലയ്ക്ക് കൈവച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതെയെങ്കിൽ ആരുവിന് അയാളെ കണ്ട ചൊറിഞ്ഞു കയറും. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ചെപ്പു, നീ ഇങ്ങോട്ട് വാ, ഈ വീടൊക്കെ കാണിച്ചു തരാം. വരട്ടെ, ഇനിയും വീട് കാണാൻ സമയമുണ്ട്. മോള് പറ. അതെങ്കിൽ എന്താ ഉണ്ണി, നീ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നത്? ഉണ്ണി, നീ അടങ്ങിയിരുന്നോ? ഉണ്ണിയുടെ അച്ഛൻ പറഞ്ഞു. മോള് പറ. പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി. ആരോ ക്ലാസ് റൂമിൽ ശക്തിയെ പൂട്ടിയിട്ട കഥ വള്ളിയും പുള്ളിയും തെറ്റാതെ വിവരിച്ചു കൊടുത്തു. പെട്ടെന്ന് ആരോ തന്നെ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നത് പോലെ തോന്നിയതും ചെപ്പു അങ്ങോട്ട് നോക്കിയതും അവൾ ഞെട്ടിവിറച്ചു. ശക്തി സർ? ആരോ രക്ഷപ്പെട്ടോ? ഉണ്ണി വിളിച്ചു കൂവിയതും ആരുവും വിധുവും മുങ്ങി. ശക്തി ചെപ്പുവിന് മുൻപിൽ വന്ന് നിന്നതും അവൾ അവനെ നോക്കി ചിരിച്ചു. സർ, സുഖല്ലേ? എന്താ ഇവിടെ? ഇതെൻ്റെ വീടാണ്. അപ്പോൾ ഉണ്ണി സാറിൻ്റെ അനിയനാണോ? അതിനിയും മനസ്സിലായില്ലേ? ആയി സാർ. എന്നാൽ ഞാനങ്ങട്. എങ്ങോട്ട്? എങ്ങോട്ടും പോകില്ലെന്ന് പറയായിരുന്നു. എന്നാൽ താൻ വാ, ഇരിക്ക്. എൻ്റെ ഈശ്വര, ഞാൻ പെട്ടു. ആരും എന്നെ തല്ലിക്കൊല്ലും. ഇനി സാറെന്താവ ചെയ്യാൻ പോകുന്നത്? നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഇരിക്ക്. ഞാനിരുന്നു സാർ. എന്നാൽ കഴിക്ക്. വിശപ്പില്ല. കുറച്ച് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവും. എന്ന് ഞാനിത് കഴിക്കാം അല്ലേ? ചെപ്പു ശക്തി വിളമ്പി കൊടുത്തത് കഴിക്കുന്നുണ്ടെങ്കിലും അവൾ ഉണ്ണിയെ കണ്ണുരുട്ടി നോക്കുന്നുണ്ടായിരുന്നു. ചൈതന്യ. എന്ത് സർ? കഴിക്ക്. മതി സർ. എന്നെഴുന്നേറ്റോ? സാർ, ഒരു സംശയം. എനിക്ക് മനസ്സിലായി ഇപ്പം നടക്കുന്നത് എന്താണെന്നല്ലേ? അതെ സർ. ആരാധിയാണ് ഇന്നലെ അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് സംശയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിന്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ബാക്കി പിന്നെ വഴിയെ മനസ്സിലാകും. സർ, ആരു പാവാ. ഞാനൊന്നും പറഞ്ഞില്ല. പോട്ടെ സർ. ഉണ്ണി, നീ വാ. ചെപ്പു ഉണ്ണിയെ വലിച്ചു പോയതും ശക്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ്റെ അച്ഛനും അമ്മയും അവളുടെ അച്ഛനും അമ്മയും നിൽക്കുന്നത് കണ്ടത്. ശക്തി മോനെ, എൻ്റെ മോളുടെ വില്ലൊടിക്കോ? കുറച്ച് പോക്കിരി സ്വഭാവമുണ്ട്, അത് മാറ്റിയെടുക്കണം. അത് വേണ്ടുവോളം ഉണ്ട്. അത് മാറ്റിയെടുക്കാൻ മോൻ കഷ്ടപ്പെടും. നോക്കാം. ഡാ, നീ മോളുമായി പ്രശ്നത്തിന് പോകണ്ട. അവൾക്കൊരു തെറ്റ് പറ്റിയതാണ്. എനിക്ക് വർക്കുണ്ട്, ഞാൻ പോവുക. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവോ? ഡീ ചെപ്പു, കൈവിട്. ദുഷ്ട, നിന്റെ ഏട്ടനാണ് ശക്തി സാറെന്ന് പറയാതിരുന്നതെന്താ? അതോ ആരു പറഞ്ഞിട്ട്? ഞാൻ എല്ലാം വിളിച്ചു കൂവിയില്ലേ? അനുഭവിച്ചോ? ഞാൻ നിന്നോട് കണ്ണുകൊണ്ട് എന്തൊക്കെ കാണിച്ചു. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്നാ വാ, ആരുവിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ പോവാ. ഇപ്പോൾ അവൾ ടെറർ മൂഡിലായിരിക്കും. ചിലപ്പോൾ എന്നെ കൊന്നെന്നും വരും. അത് ശരിയാ, അവളിപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുക. ഇപ്പം നമുക്ക് പോകാം. വിധുവും ചെപ്പുവും പോയത് ഉണ്ണി വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ദേഷ്യത്തിൽ ആരുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ശക്തിയെ അവൻ കണ്ടത്. അതുകൊണ്ട് തന്നെ വേഗം എസ്കേപ്പായി അവൻ അവൻ്റെ റൂമിലെത്തി. ഈ സമയം ആരുവിൻ്റെ റൂമിലേക്ക് ശക്തി ഇടിച്ചു കയറി വന്നു. ശക്തി റൂമിലേക്ക് ഇടിച്ചു കയറി വന്നതും ആരുവിൻ്റെ നിൽപ്പ് കണ്ട് അവൻ ഞെട്ടി നിന്നു. ആരുവിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഡി പെണ്ണെ, തുണിയെടുക്കാതെയാണോ എൻ്റെ മുൻപിൽ നിൽക്കുന്നത്? പെട്ടെന്ന് അവൾ പുതപ്പെടുത്ത് ചുറ്റി അവനെ ദേഷ്യത്തിൽ നോക്കി. താൻ എന്തിനാ എൻ്റെ റൂമിൽ കയറി വന്നത്? അതും എൻ്റെ അനുവാദമില്ലാതെ. അത് പിന്നെ എന്താ, ഉത്തരം മുട്ടിയോ? ഡ്രസ്സ് മാറു, വേഗം പുറത്തു പാടി.
പിന്നെ ഞാൻ വന്നത് തന്നെ. ഡീ, എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. എനിക്കറിയണമെന്നുമില്ല. പിന്നെ താനിപ്പോൾ കരുതിക്കൂട്ടി കയറി വന്നതല്ലേ ഇങ്ങോട്ട്? അതെ, ഞാൻ കരുതിക്കൂട്ടി തന്നെയാണ് വന്നത്, നിന്റെ ഈ നിൽപ്പ് കാണാൻ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇതും പറഞ്ഞവൻ വാതിലടച്ചതും ആരു നിന്ന് വിറച്ചു. എൻ്റെ ഈശ്വര, ഞാൻ തന്നെ എനിക്ക് പണിയരന്ന് വാങ്ങിച്ചോ? ഇയാളിനി എന്തൊക്കെ ചെയ്ത് കൂട്ടുവോ? വിളിച്ചു കൂവാന്ന് വെച്ചാൽ അതെനിക്ക് നാണക്കേടാവും. ഇനിയിപ്പോൾ എന്താ വഴി? അവൾ ഓരോന്ന് ആലോചിച്ച് നഖം കടിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുന്ന ശക്തി അവൾ കണ്ടത്. അവനെ കണ്ടതും അവൾ പേടിച്ച് പുറകിലേക്ക് നടന്നു. ഡോ, താൻ എങ്ങോട്ടായി കയറി വരുന്നത്? അവനൊന്നും മിണ്ടാതെ മേശ പിരിച്ചു വരുന്നത് കണ്ടതും അവൾ വിറച്ച് വിറച്ച് പുറകിലേക്ക് നടന്നു. അവസാനം അവൾ ചുവരിൽ തട്ടി നിന്നതും അവൻ അവളെ കൈവച്ച് 2 സൈഡും ബ്ലോക്ക് ചെയ്തു. എന്താ, പേടിച്ചോ? താൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അതോ ഞാൻ വിളിച്ചു കൂവണോ? നീ വിളിച്ചു കൂവിക്കോ, അതിനെനിക്കെന്താ? നിനക്ക് തന്നെ നാണക്കേട്. പിന്നെ ആരെങ്കിലും വന്നാലും നീ വിളിച്ചു കയറ്റിയതാണ് എന്ന് ഞാൻ പറയൂ. എൻ്റെ ഈശ്വര, ഇയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. ആരു? പെട്ടെന്ന് അമ്മ വിളിച്ചതും അവൾ ഞെട്ടി. ഒപ്പം അവനും. ആരു, നീ എന്താ അകത്ത് ചെയ്യുന്നത്? ചുരിദാർ വീണ കറി കഴുകി കളഞ്ഞു? ആ അമ്മേ, ശരിക്കും പോയിട്ടുണ്ടാവില്ല. നിൻ്റെയല്ലേ കഴുകല്, അതുകൊണ്ട് ഇങ്ങോട്ട് താ, ഞാൻ കഴുകാം. ഈ വാതിൽ തുറക്ക്. ഡി, വാതിൽ തുറന്നാൽ അറിയാലോ ഉണ്ടാവുന്ന പ്രശ്നം. അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും? അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തു വിട്. താനും കേട്ടതില്ലേ അമ്മ പറഞ്ഞത്? ഡി, നീ തുറക്കുന്നുണ്ടോ? ഞാൻ ഡ്രസ്സ് മാറുക അമ്മ, ഇപ്പം തുറക്കാം. ഡു, താൻ പോയി ഒളിക്ക്. പോടി. എന്നാൽ ഞാൻ തുറക്കാൻ പോവാ, തന്നെ കാണട്ടെ. നീ വിളിച്ചു കയറ്റിയതാണെന്ന് ഞാൻ പറയാം ഞാൻ നിന്നെ കയറ്റിയതാണെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ കെട്ട് വേഗം ഉറപ്പിച്ചോളും. നിന്നെ ഞാൻ ദേഷ്യം കാണിച്ചു നിൽക്കാനുള്ള ടൈമല്ല, പോയി ഒളിക്ക്. എവിടെ? ബാത്റൂമിൽ കയറിക്കോ, താൻ തന്നെ വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ. അവനവളെ ദേഷ്യത്തിൽ നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ആരു? ദാ തുറന്നു. അവൾ വേഗം ഡ്രസ്സ് മാറി വാതിൽ തുറന്നു. ദാ അമ്മേ ഡ്രസ്സ്, ഇങ്ങ് ദാ. അമ്മ ഡ്രസ്സ് വാങ്ങി ബാത്റൂമിലേക്ക് നടക്കുന്നത് കണ്ടതും ശക്തി വാതിനിടയിലൂടെ അമ്മ വരുന്നത് കണ്ട് ഞെട്ടി. ആരു പിന്നെ ഞെട്ടി നിൽക്കാതെ വേഗം അമ്മയ്ക്ക് മുമ്പിലേക്ക് കയറി നിന്നു. ആരു, മാറ്. അമ്മ എങ്ങോട്ടാ? നീ ഡ്രസ്സ് വല്ലതും ബാത്റൂമിൽ ഇട്ടിട്ടുണ്ടാവും, സ്ഥിരം അതല്ലേ പണി. എന്ന് ഞാൻ ഇട്ടിട്ടില്ല. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ, അതുകൊണ്ട് മാറാരു. ആരുവിനെ തള്ളി മാറ്റി അമ്മ നടന്നതും ശക്തിയും ആരുവും എല്ലാം തകർന്നതുപോലെ നിന്നു. അമ്മ ബാത്റൂമിൻ്റെ വാതിൽ പകുതി തുറന്നതും ശക്തി കണ്ണടച്ചു നിന്നു. ആരുമെല്ലാം തീർന്നു എന്ന പോലെ കട്ടിലിരുന്നു. പെട്ടെന്ന് ബെല്ലടിച്ചതും ആര് കണ്ണു വലിച്ചു തുറന്നു. അമ്മേ, ആരോ വന്നിരിക്കുന്നു. പോയി തുറന്നു നോക്ക് ആരു. ഞാൻ പോകില്ല, അമ്മ പോയി നോക്ക്. ഇവളെ കൊണ്ട് തോറ്റു. ഇതും പറഞ്ഞമ്മ പോയതും ആരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഇറങ്ങിപ്പോര്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെ അവസ്ഥ? ശക്തി എന്തോ പറയാൻ വരുമ്പോഴായിരുന്നു ആരുവിൻ്റെ അമ്മ അവളെ വിളിക്കുന്നത് കേട്ടത്. ഡോ, ഇറങ്ങിപ്പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഇനിയും നിന്ന് ഉരുകും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, സമയം ഇനിയും ഉണ്ടല്ലോ. ഞാൻ കാത്തിരിക്കാം. അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി ഇറങ്ങിപ്പോയതും ആരു അടുക്കളയിലേക്ക് പോയി. എന്താ അമ്മയെ വിളിച്ചത്? ദാ ഉണ്ണി കാണാൻ വന്നിരിക്കുന്നു. അപ്പോഴേക്കും തനിക്ക് തിന്നാൻ വാങ്ങി വെച്ച ചിപ്സ് വലിച്ചു വാരി തിന്നുന്ന ഉണ്ണിയെ അവൾ കണ്ടത്. ഡാ നിർത്തടാ, അതെൻ്റെയാ. ഇതിൽ നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ട്ടോ ദുഷ്ട, മുഴുവൻ തിന്നല്ലടാ, എനിക്ക് കുറച്ച് വെക്ക്. സോറി ഡി, ഇത് കുറച്ചേ ഉള്ളൂ. ഉണ്ണി, നീ അത് മുഴുവൻ കഴിച്ചോ? അതാണ് എൻ്റെ ആൻറ്റി. അമ്മേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. പോടാ ഉണ്ണി. ഏയ് ആരു, നിൽക്ക്. എന്താ, ഏട്ടൻ പോയോ? ഈശ്വര, ഇവനെങ്ങനെ അറിഞ്ഞു ആ ചൂടൻ വന്നത്? എന്താടി നിന്ന് ആലോചിക്കുന്നത്? ഏട്ടൻ പോയോന്ന്? ഞാൻ വിചാരിച്ചേ നിന്നെന്ന് കൊല്ലുമെന്ന്. ആ വരവ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ നീ വരുന്നത് കണ്ടോ? എന്നിട്ടാണ് ദുഷ്ടേ എന്നോടൊരു വാക്ക് പറയാതിരുന്നത്. ആ സമയത്ത് ഞാൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് ആലോചിച്ചത്. അല്ലെങ്കിൽ നിൻ്റെ ഒപ്പം ഏട്ടന് പണി കൊടുത്തതിന് എനിക്കും കിട്ടുമായിരുന്നു. ഇന്ന് ഞാൻ എസ്കേപ്പായി. പക്ഷെ നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വല്ല പണി തരും. അത് നാളത്തെ കാര്യമല്ലേ. പിന്നെ ഞാൻ ഇറങ്ങാം. ചിപ്സ് കഴിഞ്ഞു. പോടാ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഇനി അച്ഛനോട് വാങ്ങാൻ പറയണം. എന്നാൽ വേഗം വിളിച്ചു പറഞ്ഞു, അങ്കിൽ പുറത്ത് പോയിരിക്കല്ലേ. അത് ഞാൻ പറഞ്ഞോണ്ട് നീ പോവാൻ നോക്ക്. അതിനവനൊന്ന് ചിരിച്ചു. ഉണ്ണി പോയതും ആര് റൂമിലേക്ക് ഓടി. പിന്നെ കർട്ടൻ വഴി ശക്തി ബാൽക്കണിയിൽ ഉണ്ടോ എന്ന് നോക്കി. കാണാനില്ലല്ലോ, രാത്രി വിളിക്കാം. പിന്നെ അവൾ അമ്മയെ ചുറ്റി നടന്നു. TV കണ്ടിരുന്ന് സമയം കളഞ്ഞു.
രാത്രി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതും ഫോണെടുത്ത് ആര് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ ചൂടൻ എവിടെ പോയി? അകത്തായിരിക്കും. ഒന്ന് ബാൽക്കണി വന്നുകൂടെ? ഇവിടെയാണെങ്കിൽ എക്സ്പ്രഷൻ കറക്റ്റായി കാണാം. പിന്നെയും അവൾ കുറച്ചു നേരം ഇരുന്ന് കിടന്നു അവനെ നോക്കിയിരുന്നു. അവസാനം അവൻ ബുക്കും കൊണ്ട് ബാൽക്കണിയിൽ വന്നിരുന്നതും അവൾ ഫോണെടുത്ത് അവനെ കോളാക്കി. ഹലോ ഹലോ ചൂടാ, നീ ആയിരുന്നോ? നീ എന്തിനെന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? എനിക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട്. എന്നാൽ നീ നേരിൽ വാ. അധികം വൈകാതെ ഞാൻ വരും. പക്ഷേ അതിനു മുന്നേ എന്നെ ഇഷ്ടമാണെന്ന് പറയണം. ഒന്ന് പോടി, ഓരോന്നിറങ്ങിക്കോളും മനുഷ്യന് ശല്യം ചെയ്യാൻ. ഞാൻ ഇനിയും ശല്യം ചെയ്യും, നോക്കിക്കോ. ലവ് യു ചൂടാ. ആര് ഫോൺ കട്ട് ചെയ്തതും ശക്തിയെ നോക്കി. ഫോൺ പിടിച്ച് ദേഷ്യത്തിൽ ഞെരിക്കുന്നത് കണ്ടതും ആരു ചിരിയോടെ ബെഡിലേക്ക് കിടന്ന് എന്തൊക്കെയോ ആലോചിച്ച് ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ശക്തി കുളി കഴിഞ്ഞ് റെഡിയായി ഇറങ്ങിയതും കാണുന്നത് ഉണ്ണിയും ആരുവും വലിച്ചുവാരി തിന്നുന്നതാണ്. എന്താടി, നിന്റെ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലേ? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കഴിക്കാൻ വന്നോളൊരു കൂസലും ഇല്ലാതെ. ശക്തി പറഞ്ഞു നിർത്തിയതും ആരും അടുക്കളയിലേക്ക് ഓടി. ഉണ്ണി അവനെ ദേഷ്യത്തിൽ നോക്കിയപ്പോഴാണ് ശക്തി താൻ പറഞ്ഞത് ഓർമ്മ വന്നത്. ഏട്ടാ. ഉണ്ണി, ഞാൻ പെട്ടെന്ന് എൻ്റെ ഏട്ടൻ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് എത്ര വിഷമായി കാണും. അവളോടുള്ള ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാടാ. പറഞ്ഞതൊന്നും മാറ്റി പറയാൻ പറ്റില്ല ഏട്ടാ. ഞാൻ പോയി അവളെ നോക്കട്ടെ. ഉണ്ണി ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് നടന്നതും ശക്തി ടേബിളിൽ ആഞ്ഞടിച്ചു. ഈ സമയം അടുക്കളയിലെത്തിയ ഉണ്ണി ആരുവിനെ കണ്ട് ഞെട്ടി. ഡീ, നീ അപ്പോൾ വിഷമിച്ച് കരഞ്ഞ് വന്നതല്ലേ? അങ്ങനെ വരാനേ എനിക്ക് വട്ടല്ല. ഡീ, നീ പതുക്കെ തിന്നടി. നല്ല വിശപ്പ്, അതുകൊണ്ട് ആർത്തി കുറച്ച് കൂടി. എന്നാലും ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടും നിനക്കെന്താ ഒരു ദേഷ്യവും ഇല്ലാത്തേ? ദേഷ്യമൊക്കെ വന്നു, പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണേ അതൊക്കെ പോയി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചതിന് നിൻ്റെ ഏട്ടന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് അങ്ങനെ പകരം വീട്ടാലോ? നീ ഒന്നൊന്നര മുതലാ മോളെ, നമിച്ചു ഞാൻ. അതിനവന്ന് ഇളിച്ച് കാണിച്ചു. പിന്നെ ഏട്ടൻ വിചാരിച്ചത് നീ കരഞ്ഞു പോയതാന്നാ? അങ്ങനെ വിചാരിക്കാനേ ഞാൻ ഓടിപ്പോകുന്നത്. ഇനി നിൻ്റെ ഏട്ടന് പറഞ്ഞു തോർത്ത് കുറ്റബോധം വരും, ഉറപ്പാ? അത് ഉറപ്പല്ലേ? ഡാ, ആ ചൂടൻ വരുന്നുണ്ടോയെന്ന് നോക്ക്. ഞാൻ ബാക്കി കൂടെ കഴിക്കട്ടെ. ഇതൊക്കെ എങ്ങോട്ടാ മോളെ പോകുന്നത്? കണ്ണു വെക്കലട പൊട്ടി. അയ്യോ, ദാ ഏട്ടൻ വരുന്നു. ഈശ്വര. ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാരു. വേഗം പ്ലേറ്റ് മാറ്റി വെച്ച് കൈ കഴുകി പിന്നെ കണ്ണിൽ വെള്ളം വരുത്തി നിന്നു. ഉണ്ണി, അമ്മ എവിടെ? മുകളിലുണ്ടാവും. ഉണ്ണി, ഞാൻ പോവാ. ആരു, ഡാ നിൽക്ക്. ആരുവിൻ്റെ ബാക്കിൽ ഉണ്ണി പോയതും ശക്തി നെറ്റി ഒഴിഞ്ഞു നിന്നു. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? അവൾ കരഞ്ഞാ പോയത്. ഇനി ഉണ്ണി അമ്മയോട് പറഞ്ഞാൽ തീർന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത്. ശക്തി, ആരും ഉണ്ണിയോ എവിടെ? എനിക്കറിയില്ല, ഞാനൊന്ന് പുറത്തേക്ക് പോവുക. ശക്തി ദേഷ്യത്തിൽ പുറത്തേക്ക് പോയതും അമ്മ അവൻ പോകുന്നത് നോക്കി നിന്നു. ഉണ്ണി, എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടിങ്? പാവം എൻ്റെ ഏട്ടൻ. പാവം അങ്ങനെ പറഞ്ഞാൽ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഡി, നാളെ പണി കിട്ടുമെന്ന് ഉറപ്പാ? എനിക്കും അറിയാം, പക്ഷെ എന്താവും? അതറിയാനേ നാളെ ഫസ്റ്റ് പീരീഡ് വരെ കാത്തിരുന്നാൽ മതി. വല്ല ചോദ്യം ചോദിച്ച് ഇമ്പോസിഷൻ തരാനായിരിക്കും നിൻ്റെ ഏട്ടൻ്റെ പ്ലാന്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടേ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിൽ കയറാതിരുന്നാലോ? എന്താ നിൻ്റെ അഭിപ്രായം? അങ്ങനെ ചെയ്യാം, പിന്നെ ടെൻഷൻ വേണ്ട. ആരു, ഡി, ദാ അമ്മ വിളിക്കുന്നു, പോട്ടെ. ഓക്കെ, ബായ്. അമ്മേ, എന്താ വിളിച്ചത്? നമുക്കൊന്ന് പുറത്തു പോവാം. ഞാനില്ല, അമ്മ പോയിട്ട് വാ. അല്ല, എന്താ പെട്ടെന്ന് പുറത്തു പോകാൻ തോന്നിയത്? നാളെ ശക്തിമോൻ്റെ ബർത്ത്ഡേ അല്ലേ, ഒപ്പം ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഓ, അപ്പോൾ ആ ചൂടൻ്റെ ബർത്ത്ഡേ ആണോ? അപ്പം നല്ല പണി കൊടുക്കണമല്ലോ. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നീ വരുന്നുണ്ടോ? ഞാനില്ല, അമ്മ പോയി വാ. ഞാൻ പണി കൊടുക്കാനുള്ള പ്ലാൻ ആലോചിക്കട്ടെ. ആർക്ക് പണി കൊടുക്കാൻ? അത് പിന്നെ അമ്മ പോവാൻ നോക്ക്. ഞാൻ TV കാണട്ടെ. മായക്കണ്ണൻ തുടങ്ങാറായി. കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോവാറായി, എന്നിട്ട് അവളുടെ കൊച്ചു TV കാണൽ. കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടേ അമ്മ പോവാൻ നോക്ക്. അമ്മ ചാടിത്തുള്ളി പോകുന്നത് കണ്ടതും ആരു ചിരിച്ച് ശ്രദ്ധ TV-യിലേക്ക് തിരിച്ചു. ഈ സമയം ശക്തിയെ കണ്ട സന്തോഷത്തിൽ അവൾ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ കണ്ടതും ഞെട്ടി നിന്നു.